Next, multi-spindle automatic lathe explanation. So here multi-spindle automatic lathe. It can be classified into two, mainly that is progressive multi-spindle automats and parallel action multi-spindle automats. So എന്താണ് multi-spindle automatic lathe? ഇവിടെ കാണാൻ പറ്റും ഫിഗർ. ഇതാണ് മൾട്ടി സ്പിൻഡിൽ ഓട്ടോമാറ്റിക് ലേത്ത് കണ്ടോ. മൾട്ടി സ്പിൻഡിൽ ഇവിടെ കാണാൻ പറ്റും 1 2 3 4 5 6 6 സ്പിൻഡിലുണ്ട്. ഈ 6 സ്പിൻഡിലിൻ്റെ മേലെ 6 വർക്ക് പീസിനെ നമ്മൾ പ്ലേസ് ചെയ്യും. എന്നിട്ട് ഈ കാണുന്ന സ്പിൻഡിലിൻ്റെ സറൗണ്ടിങ്സിലായിട്ട് എന്ത് ചെയ്യും, ടൂൾസ് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ഓരോ വർക്ക് പീസിൻ്റെ മേലെ ഓരോ ടൂൾസ് ഓപ്പറേഷൻ ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, ആ വർക്ക് പീസ് ആ ടൂളിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞ ഉടനെ തന്നെ ഇത് ഇൻഡെക്സിങ് കറക്കും. എന്ന് പറയുമ്പോൾ ഈ വർക്ക് പീസ് ഇതിങ്ങനെ കറങ്ങുമ്പോൾ ഇത് ഈ പ്ലേസിലേക്ക് വരും, ഈ കാണുന്നത് ഈ സ്ഥലത്തേക്ക് വരും. അപ്പോൾ ഈ പ്ലേസിലേക്ക് വരുമ്പോൾ ഇവിടെയുള്ള ഈ ടൂൾ ഇൻഡെക്സ് ചെയ്യില്ല, ടൂൾ അവിടെ തന്നെ ഉണ്ടാവും. ആ ടൂൾ എന്ത് ചെയ്യും, ഇതിനെ മെഷീൻ ചെയ്യും. പിന്നെ വീണ്ടും ആ ഓപ്പറേഷൻ കഴിഞ്ഞ തന്നെ ഇത് ഈ വർക്ക് പീസ് ഇങ്ങോട്ടേക്ക് ഇൻഡെക്സ് ചെയ്യും. പിന്നെ ഇവിടെയുള്ള ടൂൾസ് അതിനെ മെഷീൻ ചെയ്യും. അങ്ങനെയാണ് ഈ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, മൾട്ടി സ്പിൻഡിൽ ഓട്ടോമാറ്റിക് ലേത്ത്. ഇവിടെ ഇപ്പോൾ നമ്പർ ഓഫ് സ്പിൻഡിൽസ് ഈക്വൽ ടു 6 ആണ്. 6 സ്പിൻഡിൽ കാണാൻ പറ്റും. ഓക്കെ, so in these machines a large number of spindles, that is 4,6,8 വരെ ഉണ്ടാവും, are provided. These spindles are carried in a rotating drum. These spindles are carried in a rotating drum. In these machines a large number of spindles are provided. These spindles are carried in a rotating drum. These spindles are indexed INDEXED in order to bring each spindle successfully into a different working position. അതിനാണ് ഇൻഡെക്സിങ് നടക്കുന്നത്. ഞാനിപ്പോൾ പറഞ്ഞ മാതിരി ഓപ്പറേഷൻസ് ലൈക്ക് ഫേസിങ്, ഗ്രൂവിങ്, നർലിംഗ്, കട്ടിംഗ് ഓഫ് എക്സെട്ര ക്യാൻ ബി പെർഫോംഡ് ഓൺ ടു ദിസ് വർക്ക് പീസ്. ബൈ യൂസിങ് ദീസ് മെഷീൻ ലാർജ് നമ്പർ ഓഫ് കോമ്പണൻസ് ആർ ടു ബി മാനുഫാക്ചേർഡ്. Large number of components have to be manufactured. ഈ ഓരോ സ്പിൻഡിലും നമുക്ക് എന്ത് കാണാൻ പറ്റും, ബാർ കാണാൻ പറ്റും, ബാർ ഫീഡർ. ഇതാണ് ബാർ ഫീഡർ ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇവിടെ ഒരു ചിത്രം കാണാൻ പറ്റും കണ്ടോ. ഇതാണ് നമ്മുടെ ബാർ ഫീഡർ എന്ന് പറയും. ഇത് ഇവിടെ കാണുന്നത് ഇതാണ് നമ്മുടെ വർക്ക് പീസ് കണ്ടില്ലേ. ഈ വർക്ക് പീസിന് ഇതിലേക്ക് ഫീഡ് ചെയ്യുക, ബാർ ഫീഡർ എന്ന് പറയും. ഓക്കെ, അപ്പോൾ each spindle is carried bar of material, അത് വർക്ക് പീസ്. പിന്നെ അവിടെ ടററ്റ് ഉണ്ടാവും. ടററ്റിൻ്റെ പർപ്പസ് എന്നാ, ടററ്റ് ഓൺലി മൂവ്സ് ബാക്ക് ആൻഡ് ഫോർത്ത് ടു പ്രൊവൈഡ് ദ മൂവ്മെൻറ്റ് ഓഫ് ദി ടൂൾ. ടൂ സ്ലൈഡ് മൂവ്സ് longitudinally. A cross slide is provided at each spindle position. അതായത് ഇവിടെ കാണാൻ പറ്റും. ഇതിന് ചുറ്റും ഒന്നുണ്ടാവും, ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ടൂൾ സ്ലൈഡർ ഉണ്ടാവും. ആ ടൂൾ സ്ലൈഡറിൻ്റെ മേലെ ടൂൾ എന്ത് ചെയ്യും, ഇങ്ങോട്ടേക്കും സ്ലൈഡ് ചെയ്യും. അങ്ങനെ സ്ലൈഡ് ചെയ്തിട്ടാണ് ആ സ്പിൻഡിലിൻ്റെ അകത്തുള്ള നമ്മൾ വെച്ചിരിക്കുന്ന വർക്ക് പീസിനെ മെഷീൻ ചെയ്യുക. ഓക്കെ, ദ ടൂൾ സ്ലൈഡ് ക്യാൻ മൂവ് ഫോർവേഡ് ആൻഡ് ബാക്ക്വേഡ്. Here all the motions are completed automatically. Computer is done. On the completion of a particular operation, tool slide can be moved backward and then the spindle get indexed so that next operations can be carried out. By using these machines, a large number of components can be manufactured. ഇതാണ് ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ. ഇനി നെക്സ്റ്റ് പ്രോഗ്രസീവ് ആക്ഷൻ മൾട്ടി സ്പിൻഡിൽ ഓട്ടോമാറ്റിക് ലേത്തും പാരലൽ ആക്ഷൻ മൾട്ടി സ്പിൻഡിൽ ഓട്ടോമാറ്റിക് ലേത്തും എന്താണെന്നും കൂടി പറയണം. പ്രോഗ്രസീവ് ആക്ഷൻ മൾട്ടി സ്പിൻഡിൽ ഓട്ടോമാറ്റിക് ലേത്ത് എന്ന് പറയുന്നത് കോംപ്ലക്സ് ആയിട്ടുള്ള മെഷീൻ പാർട്ട്, കോംപ്ലക്സ് ആയിട്ടുള്ള വർക്ക് പീസ് പ്രൊഡ്യൂസ് ചെയ്യാനും മറ്റൊരു സിമ്പിൾ ഷേപ്പിലുള്ള വർക്ക് പീസ് പ്രൊഡ്യൂസ് ചെയ്യാനുമാണ്. സിമ്പിൾ ഷേപ്പിലുള്ള പ്രോഡക്റ്റ് ഉണ്ടാക്കാനും മറ്റൊരു കോംപ്ലിക്കേറ്റഡ് പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. According to the operation, it can be classified into progressive action multi-spindle automats and parallel action multi-spindle automats. ഓക്കെ, അപ്പോൾ ഈ കാണിച്ചിരിക്കുന്നതാണ്, ഇവിടെ കാണിച്ചിരിക്കുന്ന ഇതാണ് എന്തെന്ന്, പ്രോഗ്രസീവ് ആക്ഷൻ മൾട്ടി സ്പിൻഡിൽ ഓട്ടോമാറ്റിക് ലേത്ത്. ഇതാണ് ആ ഫിഗർ. ഓക്കെ,
പ്രോഗ്രസീവ് ആക്ഷൻ മൾട്ടി സ്പിൻഡിൽ ഓട്ടോമാറ്റ്സ്. ആ പ്രോഗ്രസീവ് ആക്ഷൻ മൾട്ടി സ്പിൻഡിൽ ഓട്ടോമാറ്റ്സിൻ്റെ ഫിഗറാണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത്. കണ്ടോ, മൾട്ടി സ്പിൻഡിൽ ഓട്ടോമാറ്റിക് ലേത്ത് പ്രോഗ്രസീവ് ആക്ഷൻ്റെ ഈ കാണുന്ന ഫിഗർ, ഇത് എക്സാമിന് വരക്കേണ്ടി വരും. അതിന് 3D വ്യൂ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അത് ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം, അത്രയേ ഉള്ളൂ. ഓക്കെ, നമുക്ക് ഇതാണ് വേണ്ടി വരിക, ഇതാണ് വരക്കേണ്ട എക്സാമിന്. ഇതൊന്നും വരക്കേണ്ട ആവശ്യമില്ല. ഇത് പാരലൽ ആക്ഷൻ മൾട്ടി സ്പിൻഡിൽ ഓട്ടോമാറ്റിക് ലേത്ത് ആണ്. അത് പ്രോഗ്രസീവ് ആക്ഷൻ മൾട്ടി സ്പിൻഡിൽ ഓട്ടോമാറ്റിക് ലേത്ത് കഴിഞ്ഞിട്ടാണ് ഇത് പറയുക. അത് ഈ ചിത്രം മാത്രം വരച്ചാൽ മതി എക്സാമിന്. മറ്റത് പ്രോഗ്രസീവ് ആക്ഷൻ്റെ കേസിൽ ഇത് മാത്രം വരച്ചാൽ മതി. ഓക്കെ, ഈ പ്രോഗ്രസീവ് ആക്ഷൻ മൾട്ടി സ്പിൻഡിൽ ഓട്ടോമാറ്റിക് ലേത്തിൻ്റെ ഡിഫറെൻറ്റ് ഓപ്പറേഷൻസ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. മൾട്ടി സ്പിൻഡിൽ ഓട്ടോമാറ്റിക് ലേത്തിൻ്റെ പാർട്സ് കണ്ടോ, അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇതാണ് പ്രോഗ്രസീവ് ആക്ഷൻ മൾട്ടി സ്പിൻഡിൽ ഓട്ടോമാറ്റിക് ലേത്തിൻ്റെ ഹെഡ് സ്റ്റോക്ക്. അതേമാതിരി ഇത് നമ്പർ ഓഫ് സ്പിൻഡിൽസ് ഇവിടെ ഇവിടെ ഉണ്ടാവും. അപ്പോൾ നമ്പർ ഓഫ് വർക്ക് പീസ് ഇതിൻ്റെ അകത്താണ് ഉണ്ടാവുക. അപ്പോൾ ഇവിടെ കണ്ടു, ഈ കാണുന്നതാണ് ഇതൊന്ന് ടൂൾസായത്. ഇവിടെ ടൂൾസ് കണക്ട് ചെയ്തിട്ടുണ്ടാവും. ആ ടൂൾസ് ഇങ്ങനെ മൂവ് ചെയ്യുക ടുവേർഡ്സ് വർക്ക് പീസിലേക്ക്, ഇങ്ങനെ ഇൻവേർഡ്. ആഫ്റ്റർ ദ കംപ്ലീഷൻ ഓഫ് വൺ ഓപ്പറേഷൻ ഇറ്റ് വിൽ ഗെറ്റ് മൂവ് ബാക്ക്വേർഡ്, ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ്. ടൂൾസ് വിൽ മൂവ് ലൈക്ക് ദിസ്. അപ്പോൾ ഓരോ ഓപ്പറേഷൻ കഴിഞ്ഞിട്ടാകുമ്പോൾ വർക്ക് പീസ് എന്ത് ചെയ്യും, ഇൻഡെക്സ് ചെയ്യും. ടൂൾ ഇൻഡെക്സ് ചെയ്യില്ല, വർക്ക് പീസ് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഓരോ ഓപ്പറേഷൻസ് ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, ഇത് ഈ കാണിക്കുന്നതാണ് പിന്നെ ഗ്രൂവിങ് ചെയ്യുന്നതാണ്. ജസ്റ്റ് ഈ പറഞ്ഞിട്ടുള്ള ഇവിടെ കണക്ട് ചെയ്ത വർക്ക് പീസിൻ്റെ മുകളിൽ ഗ്രൂവിങ് ചെയ്യുന്നതാണ് ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ ഫിഗർ. കണ്ടോ, ഇതൊന്നും എക്സാമിന് ഇതൊന്നും വരക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ്. ഇത് ഗ്രൂവിങ് സ്ലൈഡ് എന്ന് പറയും. ആ ഗ്രൂവിങ് സ്ലൈഡിൻ്റെ മേലെ ടൂൾ ഉണ്ടാവും. അതേമാതിരി ഇത് ബോറിംഗ് ഓപ്പറേഷൻ ചെയ്യുന്നതാണ് ഇവിടെ. ബോറിംഗ് ഓപ്പറേഷൻസ് കണ്ടോ, അത് ലോഞ്ചിറ്റ്യൂഡിലായിട്ട് മൂവ് ചെയ്യുന്നത്. മറ്റേത് ഇങ്ങനെ ഒരു ഇൻവേർഡ് ആൻഡ് ബാക്ക്വേർഡ്. ഇത് ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ്. ഓക്കെ, പിന്നെ ഇവിടെ കാണിച്ചിരിക്കുന്നത് ഇതെന്താണ്, ഇത് കട്ടിംഗ് ഓഫ് ഓപ്പറേഷൻസ്. പിന്നെ ഇത് ബാർ ഫീറ്റർ ആദ്യം വർക്ക് പീസിന് ചെയ്യുന്നത്. ഇത് ഫേസിങ് ആൻഡ് ടേണിംഗ് ഓപ്പറേഷൻ നടത്തുന്നത്. അതേമാതിരി ഈ കാണുന്ന ഡ്രില്ലിംഗ് ഓപ്പറേഷൻ ചെയ്യുന്നത്. ഇവിടെ കാണുന്ന ടേപ്പിംഗ് ഓപ്പറേഷൻസ്, അത് കാണ്ടൂർ ഓപ്പറേഷൻസ്, ഇതൊക്കെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതേമാതിരി ഇതിവിടെ പിന്നെ വേറെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഓപ്പറേഷൻസ് ഇഷ്ടംപോലെ ഉണ്ട്. ഡ്രില്ലിംഗ് ഓപ്പറേഷൻ വിത്ത് ഹെക്സാഗോണൽ ഷേപ്പിൽ. പിന്നെ അതേമാതിരി ഇവിടെ കാണിക്കുന്നത് ക്രോസ് ഡ്രില്ലിംഗ് ചെയ്യുന്നത്. അങ്ങനെ ഒരുപാട് ഓപ്പറേഷൻസ് നമുക്ക് ഈ നമ്മളുടെ ഈ CNC മെഷീൻസ് ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഷേപ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഇനി നമുക്ക് നോക്കാം എന്താണ് പ്രോഗ്രസീവ് ആക്ഷൻ മൾട്ടി സ്പിൻഡിൽ ഓട്ടോമാറ്റിക് ലേത്ത്. അപ്പോൾ ആ ഫിഗർ കൃത്യമായിട്ട് വരക്കുക. എന്നിട്ട് ആ ഫിഗറിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് ആ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് പോലെ അങ്ങോട്ടേക്ക് എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. So in this work pieces are machined in stages. Okay, a 6 spindle progressive action multi spindle automatic lathe as shown in the figure. As shown in the figure എന്ന് പറയുമ്പോൾ നമ്മൾ വരക്കേണ്ട ഫിഗർ ഇതാ ഈ കാണുന്ന ഫിഗറാണ് വരക്കേണ്ടത്. ഈ ഫിഗർ വേണം വരയ്ക്കാൻ. ഓക്കെ, ഈ 1 2 3 4 ഇതൊന്നും എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഈ കാണുന്ന ഇത് മാത്രം വരച്ചാൽ മതി, വേറൊന്നുമില്ല. ഓക്കെ, സോ ഇൻ ദിസ് ഹിയർ വർക്ക് പീസസ് ആർ ഹെൽഡ് ബൈ കോളറ്റ് ചക്ക്. ഓക്കെ, ദ ടൂൾ സ്ലൈഡ്സ് ക്യാരി ടൂൾ സ്ലൈഡ് എന്നല്ലോ, അതിൻ്റെ മേലെ ഏതൊക്കെ ടൂൾസാണ് ഉള്ളത്? ഫോർമിംഗ് ടൂൾസ്, ചാമ്പറിംഗ് ടൂൾസ്, ഫേസിംഗ് ടൂൾസ്, കട്ടിംഗ് ഓഫ് ടൂൾസ്, ഇതൊക്കെ ഉണ്ടാവും. ദീസ് ക്രോസ് ലൈൻസ് ട്രാവൽ റേഡിയലി ഇൻവേർഡ് ഫോർ കട്ടിംഗ് ഓപ്പറേഷൻസ്. ഇൻവേർഡ് എന്ന് മനസ്സിലായല്ലോ, ഇൻവേർഡ് മൂവ്മെൻറ്റ് ഫോർ കട്ടിംഗ് ഓപ്പറേഷൻസ്. ദ ക്രോസ് ലൈൻ മൂവ്മെൻറ്റ് ഈസ് കൺട്രോൾഡ് ബൈ ദി ക്യാം. ആ ക്യാമിൻ്റെ ഹെൽപ്പോട് കൂടിയാണ് എന്ത് ചെയ്തിട്ട് ടൂൾസ് ഇൻവേർഡ് ആൻഡ് ഔട്ട്വേർഡ് മോഷൻ നടത്തുന്നത്. The cross-slide movement is controlled by a cam in the camshaft. In this type of machine, the workpieces are machined in stages. Number of stages ആണ് workpiece machine ചെയ്യാം. The arrangement of multi-spindle automatic lathe. അപ്പോൾ ഫിഗർ നിങ്ങൾ കണ്ടു. അപ്പോൾ ഇവിടെ പറയുന്നത് a 6 spindle progressive action multi-spindle automatic lathe is shown in figure. The main tool slide is situated in front of the spindle carrier. അതായത് സ്പിൻഡിൽ കാരിയറിൻ്റെ മുന്നിലുണ്ടാവും ടൂൾസ് ഉണ്ടാവും. അതങ്ങനെ പോയിട്ട് ലോഞ്ചിറ്റ്യൂഡലായിട്ട് പോയിട്ട് ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് മോഷനിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ഡ്രില്ലിങ്ങോ ഒക്കെ അങ്ങനെ ചെയ്യുക.
ചിലതുണ്ടാവും സൈഡിൽ നിന്ന് വരും. അതാണ് ഇൻവേർഡ് ആൻഡ് ബാക്ക്വേർഡ് മോഷൻ. ദാറ്റ് ഈസ് ക്രോസ് സ്ലൈഡ് ടൂൾ. ക്രോസ് സ്ലൈഡ് ടൂളിന് ഹെൽപ്പോട് കൂടിയാണ് ക്രോസ് വൈസ് ആയിട്ട് മൂവ്മെൻറ്റ് ഉണ്ടാവുക. സോ ഇറ്റ് ക്യാരീസ് ടൂൾസ് സ്ലൈഡ്സ് അറൗണ്ട് ഇറ്റ്സ് പെരിഫറി. അത് കണ്ടല്ലോ, ഇറ്റ് ക്യാരീസ് ടൂൾസ് വിത്ത് സ്ലൈഡ്സ് അറൗണ്ട് ഇറ്റ്സ് പെരിഫറി. ഇതാണ് പെരിഫറിയിലുള്ള ടൂൾസ് കേട്ടോ. ഇവിടെ നിന്ന് ഇങ്ങനെ മൂവ് ചെയ്യും, ഇവിടെ നിന്ന് ഇങ്ങനെ which moves around its periphery. There will have a one tool slide corresponding to each spindle. അത് നമുക്കറിയാലോ, ഓരോ ഇതിനും ഓരോ സ്പിൻഡിൽ കണ്ടില്ലേ, ഓരോ സ്പിൻഡിലിനും കറസ്പോണ്ടിങ് ആയിട്ട് ഓരോ ടൂൾ ഇങ്ങനെ കാണാൻ പറ്റും. Operations such as turning, boring, threading are done by the tools mounted on these tool slides. The spindle carrier indexes on its own axis by 60 degree. കാരണം 360 divided by 6 ആണ്. അപ്പോൾ അതുകൊണ്ട് ഓരോ 60 ഡിഗ്രിയിലും അതിങ്ങനെ ഇൻഡെക്സ് നടത്തിക്കൊണ്ടേയിരിക്കുന്നു. The main tool slide is situated in front of the spindle carrier. It carries tool slides around its periphery. അതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. There is one tool slide corresponding to each spindle. അത് പറയാം. The tool slide moves towards the spindle while machining. Okay. Operations such as turning, boring, threading are done by the tools which are mounted on these tool slides. The spindle carries indexes on its own axis by 60 degree. As the spindle carrier indexes, it carries the workpiece from station to station. In the first station, the bar stock is fed. In every station, various types of operations are done. At the sixth station, the component is completed and cut off. Okay. A finished component is obtained at each time the spindle carrier indexes. Some components produced in spindle automates as shown in the figure. അത് നിങ്ങൾ ഈ കാണുന്ന കുറച്ച് ഫിഗേഴ്സ് ഒക്കെ ഉണ്ടാവും, അതൊന്നും വരയ്ക്കേണ്ട ആവശ്യമില്ല. In this, the headstock is mounted on the base of the machine. The headstock has a spindle carrier. The work spindles are mounted in the spindle carrier. അതിനെപ്പറ്റി കൂടുതലായിട്ട് പറയേണ്ട ആവശ്യമില്ല. ഓക്കെ. അപ്പോൾ നമ്മുടെ ബേസ് ആദ്യം ചെയ്യേണ്ടത് ഈ ഒരു ഫിഗർ വരക്കുക, ജസ്റ്റ് ഈ ഒരു ഫിഗർ വരക്കുക. എന്നിട്ട് പറയുക ഇതിന് ചുറ്റും എന്താ പറയുക, ഇവിടെ നമുക്ക് 6 വർക്ക് പീസാണ് നമുക്കിവിടെ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. ഓരോ സ്പിൻഡിലിൻ്റെ പിന്നെ സൈഡിലായിട്ട് ഓരോ ടൂൾസ് ഉണ്ടാവും. ആ ഓരോ ടൂൾസും എന്ത് ചെയ്യും, സ്ലൈഡ് ചെയ്യും. അപ്പോൾ അങ്ങനെ ഓരോ ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം ആ വർക്ക് പീസ് ഇൻഡെക്സിങ് ചെയ്യുന്നു. ഇൻഡെക്സ് ചെയ്തിട്ട് അത് അടുത്ത സ്റ്റേഷനിലേക്ക് പോകുന്നു. അങ്ങനെ 6ാമത്തെ സ്പിൻഡിലിൽ അല്ലെങ്കിൽ 6ാമത്തെ സ്റ്റേഷനിൽ നമുക്ക് എന്ത് കിട്ടുന്നു, ഫിനിഷ്ഡ് പ്രോഡക്റ്റ് കിട്ടുന്നു. ഇത്ര എഴുതിയാൽ മതി. ഇതാണ് പ്രോഗ്രസീവ് ആക്ഷൻ മൾട്ടി സ്പിൻഡിൽ ഓട്ടോമാറ്റിക് ലേറ്റ്. കാരണം കുറച്ച് ലെങ്ത് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇത്ര മാത്രം എഴുതിയാൽ മതി. ഇതിൽ നിന്ന് ഇത് വളരെ ക്ലിയർ ആണ്. ഓക്കെ, ഇറ്റ്സ് വെരി ക്ലിയർ ഫ്രം ഹിയർ. നെക്സ്റ്റ് പറയാൻ പോകുന്നതാണ് പാരലൽ ആക്ഷൻ മൾട്ടി സ്പിൻഡിൽ ഓട്ടോമാറ്റിക് ലേറ്റ്. ഓക്കെ, ഈ പാരലൽ ആക്ഷൻ മൾട്ടി സ്പിൻഡിൽ ഓട്ടോമാറ്റിക് ലേറ്റ് എന്ന് പറയുമ്പോൾ വി ഹാവ് ടു ഡ്രോ ദിസ് ഫിഗർ. ഈ കാണുന്ന ഫിഗർ വേണം വരയ്ക്കാൻ. കണ്ടില്ലേ, പാരലൽ ആക്ഷൻ മൾട്ടി സ്പിൻഡിൽ ഓട്ടോമാറ്റിക് ലേറ്റ്. അവിടെ നിങ്ങൾക്കൊരു ഇതിന് സ്പിൻഡിൽസ്, ഇവിടെ ഇത് കാണുന്ന സ്പിൻഡിൽ. ഓക്കെ, ഇത് റിയർ ടൂൾ സ്ലൈഡ്, ഇതിന് ഫ്രണ്ട് ടൂൾ സ്ലൈഡ് എന്ന് പറയും. ഈ ടൂൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്കും മൂവ് ചെയ്യാം. റിയർ ടൂൾ സ്ലൈഡ്, മറ്റേ ഫ്രണ്ട് ടൂൾ സ്ലൈഡ്. ഇത് വർക്ക് പീസും മറ്റേ സ്പിൻഡിൽസ്. ഓക്കെ, എന്താ പറയണ്ടേ, ഇൻ ദിസ് ദ ആക്സിസ് ഓഫ് ദി സ്പിൻഡിൽ ഈസ് ഹൊറിസോണ്ടൽ. അത് വളരെ ക്ലിയർ ആണ്. ദീസ് സ്പിൻഡിൽസ് ആർ അറേഞ്ച്ഡ് വൺ എബവ് ദി അതർ. ശരിയല്ലേ? The spindles are housed in the headstock. There are 2 cross slides, one on the left hand side and other on the right hand side. Left hand side cross slide is called front tool slide and right hand side cross slide is called rear tool slide. Okay, these slides carry tools. In this type of machine, the same operation is performed on each spindle. Each workpiece is finished in each spindle. In a 5-spindle machine, 5 components can be completed at a time. Similarly, in 8-spindle machine,
8 components can be completed in a time. Hence, it is called parallel action multi-spindle automats. Okay. In progressive action multi-spindle automatic lathe, the spindles are arranged equidistant in a circle. But in parallel action multi-spindle automatic lathe, spindles are arranged horizontally and which are parallel to each other. അത് ചിത്രത്തിൽ കാണുന്നത് നിങ്ങൾക്ക് ക്ലിയർ ആണ്. നോക്കിയിട്ട് ഇവിടെ നോക്കിയിട്ട് ഇവിടെ സ്പിൻഡിൽസ് ആർ അറേഞ്ച്ഡ് ഈക്വിഡിസ്റ്റന്റ് ഇൻ എ സർക്കുലർ മാനർ. ഇവിടെയോ സ്പിൻഡിൽസ് ആർ പാരലൽ ടു ഈച്ച് അതർ വിച്ച് ആർ ഹൊറിസോണ്ടലി ആണോ പാരലായിട്ട് ഉണ്ടല്ലേ. ഇവിടെ ഇത് പാരലായിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഒരു സർക്കുലർ മാനറിലാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. ഇതാണ് ഇത് തമ്മിൽ ഒരു ഡിഫറൻസ് ഉണ്ട് അവിടെ. Now let us see its comparison between parallel action multi-spindle automatic lathe and a progressive action multi-spindle automatic lathe. In the case of parallel action machines, same operation is done in all jobs. ഒരേ ഓപ്പറേഷനാണ് നമ്മൾ ചെയ്യാം. അതായത് ഇവിടെ നമ്മൾ എടുത്തിട്ടാകുമ്പോൾ ഇവിടെ ഒരു 4 വർക്ക് പീസ് ഇവിടെ സപ്പോൾ 5 8 എത്ര എടുക്കാം. അപ്പോൾ ഇവിടെ ചെയ്യുന്ന ഓപ്പറേഷൻസ് ഞാൻ ഇവിടെയോ എല്ലാം മറ്റേ സ്ഥലത്ത് അങ്ങനെയല്ല. മറ്റേ ഇവിടെ ഓരോ ഓപ്പറേഷൻസ്, ഇവിടെ വേറെ ഓപ്പറേഷൻ, ഇവിടെ വേറെ ഓപ്പറേഷൻ, ഇവിടെ വേറെ ഓപ്പറേഷൻ, അങ്ങനെയാണ്. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഒരേ വർക്ക് പീസിന് തന്നെ, ഇവിടെ വർക്ക് പീസിന് സെയിം തന്നെ പക്ഷേ ഡിഫറെൻറ്റ് ഓപ്പറേഷൻസ്. ഇവിടെ ഒരേ വർക്ക് പീസ് തന്നെ പക്ഷേ ഒരേ ഓപ്പറേഷനാണ് ചെയ്യാം. അതാ വ്യത്യാസം. സെയിം ഓപ്പറേഷൻ ഈസ് ഡൺ ഇൻ ഓൾ ജോബ്സ് ബട്ട് ഡിഫറെൻറ്റ് ഓപ്പറേഷൻസ് ക്യാൻ ബി ഡൺ ഓൺ ജോബ്സ് അറ്റ് ഈച്ച് സ്റ്റേഷൻ വൺ ആഫ്റ്റർ അതർ. അത് വളരെ ക്ലിയർ ആണ്. സെക്കൻഡ് പോയിന്റ്, ഇൻ വൺ സൈക്കിൾ ദി നമ്പർ ഓഫ് കോമ്പോണൻറ്റ്സ് പ്രൊഡ്യൂസ്ഡ് simultaneously equal to number of spindles. കറക്റ്റല്ലേ? കാരണം ഓരോ സ്പിൻഡിലിൻ്റെ മുകളിലും ഓരോ വർക്ക് പീസ് ഒരേ ഓപ്പറേഷൻ തന്നെ ചെയ്യുന്നത്. സോ the number of components produced simultaneously is equal to the number of spindles. മറ്റേ പ്രോഗ്രസീവ് മൾട്ടി സ്പിൻഡിൽ ഓട്ടോമാറ്റിക് ലേത്തിൽ എന്താ പറയുക, നമ്പർ ഓഫ് കോമ്പോണൻറ്റ്സ് പ്രൊഡ്യൂസ്ഡ് ഇൻ വൺ സൈക്കിൾ ഈസ് നോട്ട് ഈക്വൽ ടു നമ്പർ ഓഫ് സ്പിൻഡിൽസ്. കറക്റ്റ്. പിന്നെ മൂന്നാമത്തെ പോയിന്റ്, ദ റേറ്റ് ഓഫ് പ്രൊഡക്ഷൻ ഈസ് ഹൈ. കാരണം എന്തുകൊണ്ട്? നമ്പർ ഓഫ് സ്പിൻഡിൽ എന്തുകൊണ്ടാണ് വെച്ചാൽ നമ്പർ ഓഫ് കോമ്പോണൻറ്റ്സ് പ്രൊഡ്യൂസ്ഡ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് സ്പിൻഡിൽസ് ആണ്. സോ റേറ്റ് ഓഫ് പ്രൊഡക്ഷൻ ഈസ് ഹൈ. നമ്പർ ഓഫ് കോമ്പോണൻറ്റ് പ്രൊഡ്യൂസ്ഡ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് സ്പിൻഡിൽസ് ആയതുകൊണ്ട് റേറ്റ് ഓഫ് പ്രൊഡക്ഷൻ ഈസ് ഹൈ. മറ്റേ റേറ്റ് ഓഫ് പ്രൊഡക്ഷൻ ഈസ് മോഡറേറ്റ്. MODERATE, മോഡറേറ്റ്. പിന്നെ പറയുന്ന പോയിന്റ്, ഇഫ് എനിത്തിങ് ഗോസ് റോങ് ഇൻ വൺ സ്റ്റേഷൻ ദി പ്രൊഡക്ഷൻ ഇൻ ദാറ്റ് പർട്ടിക്കുലർ സ്റ്റേഷൻ ഈസ് ഓൺലി എഫക്റ്റഡ്. ഇഫ് എനിത്തിങ് ഗോസ് റോങ് ഇൻ വൺ സ്റ്റേഷൻ the production in that particular station only affected. Here, if anything goes wrong in one station, the production is completely affected in all the stations. Last point, parts of small and simple shapes can be produced. Here, parts of complicated shapes can be produced. This example ചോദിക്കും comparison of parallel action and multi-spindle automatic machines. Okay. ഇതാണ് പാരലൽ ആക്ഷൻ മൾട്ടി സ്പിൻഡിൽ ഓട്ടോമാറ്റിക് ലേത്തിന് നമ്മൾ വരയ്ക്കുന്ന, പ്രോഗ്രസീവ് ആക്ഷൻ മൾട്ടി സ്പിൻഡിൽ ഓട്ടോമാറ്റിക് ലേത്തിന് നമ്മൾ വരയ്ക്കേണ്ട ഫിഗർ ഇതാണ്. ഈ ഫിഗറാണ് പാരലൽ ആക്ഷൻ മൾട്ടി സ്പിൻഡിൽ ഓട്ടോമാറ്റിക് ലേറ്റിന് നമ്മൾ വരയ്ക്കേണ്ട ഫിഗർ. കണ്ടില്ലേ? വർക്ക് സ്പിൻഡിൽ, ഫ്രണ്ട് ടൂൾ സ്ലൈഡ്, റിയർ ടൂൾ സ്ലൈഡ്. ഇത് പാരലൽ ആക്ഷൻ മൾട്ടി സ്പിൻഡിൽ ഓട്ടോമാറ്റിക് ലേറ്റിൻ്റെ ഫിഗർ. ഈ കാണിച്ചിരിക്കുന്നത് പ്രോഗ്രസീവ് ആക്ഷൻ മൾട്ടി സ്പിൻഡിൽ ഓട്ടോമാറ്റിക് ലേറ്റിൽ കാണിച്ചിരിക്കുന്ന ഡിഫറെൻറ്റ് ഓപ്പറേഷൻസ് ആണ്. കണ്ടില്ലേ? അപ്പോൾ ഇതാണ് എന്തെന്ന് ഹെഡ് സ്റ്റോക്ക്. ഈ ഹെഡ് സ്റ്റോക്കിൻ്റെ മുകളിലാണ് വർക്ക് പീസ് മൗണ്ട് ചെയ്യുക. ഇത് ടൂൾ സ്ലൈഡ്, ഇവിടെ ടൂൾ ഇങ്ങനെ സ്ലൈഡ് ചെയ്യും. ഓക്കെ. നമ്പർ ഓഫ് സ്പിൻഡിൽസ് 1 2 3 4 5 6. ഇത് ടൂൾസ്. പിന്നെ ഇത് ഓരോ ഓപ്പറേഷൻസ്, അത് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഓരോ ഓപ്പറേഷൻസാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇതൊന്നും വരക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് അറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രമാണ്. ഓക്കെ. ഇതെല്ലാം അതിൻ്റെ മേലെ നടത്തുന്ന ഡിഫറെൻറ്റ് ഓപ്പറേഷൻസാണ് നമുക്കിവിടെ കാണിച്ചിരിക്കുന്നത്.